ശ്രോതാക്കൾക്ക് പൊന്നിയമ്മ കിച്ചൻസിലേക്ക് സ്വാഗതം. ഞാൻ സോയാബീൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് തുടങ്ങുന്നത്. അതിന് ഞാൻ ഉപ്പും മഞ്ഞളും കൂടിയിട്ട് സോയാബീൻ വെന്ത് മഞ്ഞപ്പൊടി നേരത്തെ ഇച്ചിരിട്ടെങ്കിൽ ഇതിന് കളർ കിട്ടത്തുള്ളൂ. അതിനാണ് ഇത് വെന്ത് കോരിയതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ അടുപ്പിലേക്ക് വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഉരുളി അടുപ്പേ വെച്ച് ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ എണ്ണ പകർന്നു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനായിട്ട് പുറത്തെ കറുത്ത് ചെത്തി കളഞ്ഞേച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് തേങ്ങ. വറുത്ത് പോരാ. തേങ്ങക്കൊത്ത് മൂക്ക് ചുമപ്പ് കളറായപ്പോഴത്തേക്ക് കോരിയെടുക്കണം. തന്നെ ഇത് കടുക് ഇട്ട് വെച്ചു. 2 സവാളയാണ് ചെറുതെടുക്കാനും കുറച്ചരിഞ്ഞത്. സവാള പകുതി മൂപ്പായി. എന്നിട്ടേക്ക് നമുക്ക് ഒരു 6 ചുള വെളുത്തുള്ളിയാണ് ഇത് ചതച്ചത്, തൊലിയോട് കൂടി ചതച്ചതാണ്. ഇതിലേക്ക് 2 തണ്ട് കരിയാപ്പില ഇട്ടു. ഇതൊരു 1.25 സ്പൂൺ മല്ലിപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വെന്തത് കൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പം ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളതുകൊണ്ട് അതിന് 1.25 സ്പൂൺ മല്ലിപ്പൊടിയാണ്. മുളക് പൊടി ഒരു 1.5 സ്പൂണ്. സോയാബീൻ വെന്ത വെള്ളമാണിത്. ഇതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം കളയാൻ ഇതിന് ഗുണമുള്ളതാണ് ഈ വെള്ളം. അതുകൊണ്ട് നമ്മൾ അരപ്പ് നല്ലപോലെ നല്ലപോലെ മൂത്തത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഉപ്പ് പാകത്തിന് ആണോടി. മീറ്റ് മസാലയാണിത്, 1 സ്പൂണ്. കുരുമുളക് പൊടി ഒരു ചെറിയൊരു സ്പൂണിന് 1 സ്പൂണ്. ഫ്രൈ ആണ് വറുത്ത് കോരിയതാണിത്. ചെറിയൊരു മുറി തേങ്ങയാണ്. രണ്ട് കറിവേപ്പില കൂടി ഇട്ട് സോയാബീൻ ഫ്രൈ റെഡിയായി. ഇത് കോരിയാണ് ഒരു പാത്രത്തിലേക്ക് ചേർത്തെ. സോയാബീൻ ഫ്രൈ ആണിത്. ഇവിടെ തിന്ന് നോക്കിയിട്ട് ബീഫ് മാറി വയ്ക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ടേസ്റ്റാണ്. ഇത് 150 ഗ്രാം സോയാബീനായിരുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.